എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഓണ വെക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വാട്സപ്പ് വഴി വാർത്തകൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഓണം വെക്കേഷനായാലും ക്രിസ്മസ് വെക്കേഷനായാലും അത് 10 ദിവസം ഉണ്ട് എന്നതാണ് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യം. എന്നാൽ ഇത്തവണ എല്ലാ വർഷത്തെയും പോലെ ലീവുണ്ടോ? നമ്മൾ കുട്ടികളുടെ കാര്യമല്ല നോക്കുന്നത്. കാരണം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓണം വെക്കേഷൻ 10 ദിവസം തന്നെ അവധി ലഭിക്കാറുണ്ട്. എന്നാൽ ജോലിക്കാർക്ക് അങ്ങനെ 10 ദിവസം ലീവ് ലഭിക്കുമോ? ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഓണം ഇങ്ങ് വന്നെത്തിയിരിക്കുകയാണ്. ഓണ വെക്കേഷനും അതുപോലെ തന്നെ തീരും. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഓണം വെക്കേഷനും പണി തന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്തവണ 2 ദിവസം മാത്രമാണ് ഓണ അവധി ലഭിക്കുന്നത്. ഒന്നാം ഓണവും തിരുവോണവും ഇത്തവണ വരുന്നത് അവധി ദിവസങ്ങളിലാണ്. സെപ്റ്റംബർ 14 ഉത്രാടം, അതായത് ഒന്നാം ഓണം. ഇത് 2ാം ശനിയാണ്. തിരുവോണം വരുന്നത് ഞായറാഴ്ചയും. 3ാം ഓണ ദിവസമായ 16 4ാം ഓണ ദിവസമായ 17 അവധിയാണ്. ഇതല്ലാതെ വേറെ ഓണ അവധികളൊന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കില്ല. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 28 തിങ്കളാഴ്ചയായിരുന്നു. ഒന്നാം ഓണം തിരുവോണം ചൊവ്വാഴ്ചയും. അത് കഴിഞ്ഞ് 3ാം ഓണത്തിനും 4ാം ഓണത്തിനും അവധി ലഭിച്ചിരുന്നു.